അപ്പം ഒറിയോയുടെ കേക്ക് ഉണ്ടാക്കാൻ പോവുകയാണ് നമ്മൾ ആവശ്യമായിട്ട് 2 കൂട് വലിയ ഒറിയോയുടെ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇതിൽ മീൻസ് 120 ഗ്രാമിൻ്റെ 2 കൂട് 30 രൂപയാണ് കേട്ടോ. ഇതിൻ്റെ റേറ്റ് 30 രൂപ വരുന്നത്. അപ്പോൾ ഇങ്ങനത്തെ 2 കൂടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. 1 കപ്പ് പാലെടുത്തിട്ടുണ്ട് ആവശ്യത്തിനനുസരിച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മളൊരു 1/2 സ്പൂൺ നമുക്ക് ബേക്കിംഗ് പൗഡർ വേണ്ടി വരും. അപ്പോൾ അതെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മളിപ്പം ഒറിയോയുടെ ബിസ്ക്കറ്റ് നമ്മൾ ഈ കൂട് പൊട്ടിച്ചിട്ട് നമ്മൾ എടുക്കുകയാണ്. നോക്കാം നമുക്ക്. ഒറിയോ ബിസ്ക്കറ്റ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംഭവമാണ്. ഇനി നമ്മളെന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടല്ലോ നല്ല ഭംഗിയില്ലേ. ഞാൻ എടുത്തിരിക്കുന്നത് വൈറ്റ് ക്രീമുള്ള ഇതാണ്. കണ്ടോ വൈറ്റ് ക്രീമുള്ളതാണ്. അപ്പം നമ്മളിതിൻ്റെ ഈ ക്രീമിനൊന്ന് മാറ്റിയെടുക്കാം നമുക്ക്. അപ്പം നമ്മളിത് സെപ്പറേറ്റ് ചെയ്തു. അപ്പം വൈറ്റ് ഉള്ളിലുള്ള വെള്ള ക്രീമിനെ മാറ്റി ബിസ്ക്കറ്റിന് നമ്മൾ വേറെ ആക്കി. ഇനി നമ്മളിത് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കാം, ഒന്ന് പൊടിച്ചെടുക്കാം, നല്ല ഫൈൻ പൗഡറാക്കി എടുക്കണം. അപ്പം നമ്മൾ പൊടിച്ച് 2 കൂട് ബിസ്ക്കറ്റ് പൊടിച്ച് അതിൻ്റെ ബിസ്ക്കറ്റ് ക്രീം മാറ്റി ബിസ്ക്കറ്റ് മാത്രം പൊടിച്ചെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് ഇനി നമ്മൾ പാല് ആഡ് ചെയ്യാൻ പോവാം. കുറച്ച് ആവശ്യം അനുസരിച്ചിട്ട് പാൽ ആഡ് ചെയ്തിട്ട് ഇതിനെ ഒന്ന് ഒരു എന്താ പറയുക കേക്കിൻ്റെ ബാറ്റർ റെഡിയാക്കാൻ പോവുകയാണ്. കുറച്ച് പാൽ ഒഴിച്ച് കൊടുക്കുക. ആദ്യം കുറച്ച് ഒഴിച്ചിട്ട് നമുക്ക് മിക്സ് ആക്കുന്നതിനനുസരിച്ച് കുറച്ച് ഒഴിച്ചു കൊടുക്കും. എല്ലായിടത്തും രീതിയിൽ കണ്ടില്ലേ കൺസിസ്റ്റൻസി ഇത് കണ്ടില്ലേ. ഒഴിക്കുമ്പോൾ ഇങ്ങനെ 1/2 സ്പൂണ് ബേക്കിംഗ് പൗഡർ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കുറച്ച് ടൈറ്റ് ആണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചൊരല്പം പാൽ അടിച്ച് കൊടുത്തിട്ട് ഒന്ന് ബാറ്ററിനെ ഒന്ന് ലൂസാക്കി എടുക്കാം. നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ നന്നായി മിക്സ് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് ഇനി നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒന്നവിടെ റെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോഴേക്കും നമുക്ക് നമ്മുടെ ബേക്ക് ചെയ്യാനുള്ള പാത്രം റെഡിയാക്കാം. അപ്പോൾ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊരു പാത്രം ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതെന്താ ചെയ്തിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ ഫസ്റ്റ് പാത്രം നന്നായി വൃത്തിയായിട്ടെടുത്ത് ഇതിൽ ബട്ടർ തേച്ചിട്ട് ഇതിൽ കുറച്ച് മൈദ ഒന്ന് ഡസ്റ്റ് ചെയ്തെടുത്തു. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കേക്ക് ഈസി ആയിട്ട് നമ്മുടെ ലൂസായിട്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ബട്ടർ പേപ്പർ ഇല്ലയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. ബട്ടർ പേപ്പർ ഇപ്പോൾ എല്ലാ വീടുകളിലും ബട്ടർ പേപ്പർ ഉണ്ടായിക്കൊള്ളുന്നില്ലല്ലോ. അപ്പോൾ നമ്മൾ ആദ്യം ഒന്ന് ബട്ടർ ഒന്ന് തേച്ചിട്ട് അതിൻ്റെ മുകളിൽ കൂടെ കുറച്ച് മൈദ ഒന്ന് ഡസ്റ്റ് ചെയ്തെടുത്തു. ഇനി ഇതിലേക്ക് നമ്മളുടെ ബാറ്റർ നമ്മൾ ഒഴിക്കാൻ പോവുകയാണ്. ഈ ഒരു കൺസിസ്റ്റൻസി കണ്ടില്ലേ, ഇതുപോലെ നമ്മളാക്കിയിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ആക്കിയെടുക്കാം, മിക്സ് ചെയ്തെടുക്കാം. സിമ്പിളാണ്. പ്രത്യേകിച്ച് നമുക്ക് ഹെവി ആയിട്ടുള്ള ഒന്നും ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. ഇനിയിപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇതിൽ എയർ ബബിൾസിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒന്ന് എന്തെങ്കിലും എയർ ബബിൾസ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് അതൊക്കെ ഒന്ന് മുകളിലേക്ക് വരും. കണ്ടില്ലേ, നല്ലോണം ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുത്താൽ അതിൽ എയർ ബബിൾസ് ഉണ്ടെങ്കിൽ പോരും. ഓക്കെ, ഇനി നമുക്കിത് നമ്മുടെ
കുക്കറിലേക്ക് നമ്മൾ എടുത്ത് വെക്കാൻ പോവാം. അപ്പോൾ നമ്മളൊരു കുക്കർ എടുത്തു. കുക്കർ ഞാൻ ജസ്റ്റ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ട്. എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുക്കറിൻ്റെ ഉള്ളിൽ ഒരു പാത്രം എടുത്ത് വെച്ചു. അത് ഏതെങ്കിലും ഒരു പാത്രം, ഒരു പഴയ പാത്രം, ഹൈറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഒരു പാത്രം എടുത്ത് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ഈ വെച്ചിട്ടുള്ള കേക്കിൻ്റെ ബാറ്റർ ഇറക്കി വെക്കുക. സൂക്ഷിച്ച് വെക്കണം, കാരണം സൈഡ് പ്രീ ഹീറ്റ് ആയതുകൊണ്ട് പൊള്ളാൻ സാധ്യത ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് സൂക്ഷിച്ച് നമ്മൾ വെക്കുക. ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ ഇതിനെ ഒന്ന് 20 മിനിറ്റ് നേരം നമ്മളിനി അടച്ചു വെക്കാൻ പോവാം. ക്ലോസ് ചെയ്തിട്ട് അടച്ചിട്ട് നമ്മൾ 20 മിനിറ്റ് നേരം അങ്ങ് ബേക്ക് ചെയ്യാൻ വെക്കുക. അപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞ് നമ്മളിപ്പോൾ കുക്കർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം, ഉൾഭാഗമൊക്കെ ഒന്ന് വെന്തിട്ടുണ്ടോ എന്നൊന്ന് നോക്കാം. ഒരു നല്ലൊരു കോല് അല്ലെങ്കിൽ ഒരു ഇർക്കലിയോ അല്ലെങ്കിൽ ഒരു ടൂത്ത് പിക്കോ വെച്ചിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഉൾഭാഗം ഒന്ന് കുത്തി നോക്കാം. ഇപ്പം ഇതിൽ ഒട്ടിപ്പിടിക്കണില്ല. അപ്പോൾ കണ്ടോ, ഇട്ടിപ്പിടിക്കണില്ല. അപ്പോൾ അതിനർത്ഥം നമ്മുടെ ഉള്ളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇനി നമുക്കിനി ഇതിനെ വേറൊരു നല്ലൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ കുറച്ച് ഡയറി മിൽക്കിൻ്റെ ചോക്ലേറ്റ് ഉണ്ടല്ലോ, നോർമൽ ഡയറി മിൽക്ക്, അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഒരു ഡെക്കറേഷൻ കൊടുത്തു എന്നേ ഉള്ളൂ കേട്ടോ. നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ആഡ് ചെയ്യാം, ഇല്ലെങ്കിൽ അല്ലാതെ തന്നെ നല്ല രുചിയാണ്. അപ്പം നമ്മുടെ ഹോം മെയ്ഡ് ഓറിയോ കേക്ക് റെഡി ആയിട്ടുണ്ട്. കട്ട് ചെയ്യാം, ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. സോഫ്റ്റാണ്. നമുക്ക് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. കണ്ടില്ലേ, സോഫ്റ്റായിട്ട് നോക്കൂ. കണ്ടോ, മുകളിൽ നിന്ന് പ്രസ് ചെയ്യുമ്പോൾ കണ്ടോ ഇങ്ങനെ ഉണ്ട്. നോക്കട്ടെ, നന്നായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ ഇവിടെ ട്രൈ ചെയ്യാനുള്ള ആൾക്കാർ ഇപ്പോൾ വരും. സൂപ്പറായിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും റിവ്യൂ പറയണം. നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. സൈഡിലുള്ള ആ ഓൾ ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ നമ്മളിടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. ബൈ.